എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് സം ആംഗിൾ. വെക്ടേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. നമ്മൾ ഇന്നലെ പഠിച്ച എന്താ, നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ മൂവ്മെന്റ് ഒരു പ്ലെയിനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലെയിനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത്. മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വെക്ടർ, നമ്മൾ രണ്ട് ക്വാണ്ടിറ്റികളെ പറ്റി പഠിച്ചു. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തിരിച്ചു, സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി അല്ല, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് രണ്ടിലും ഉണ്ട്. സ്കെയിലാറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിലാറിനെ പറ്റി പഠിക്കുന്ന വെക്ടറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് വെക്ടർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഈ ചാപ്റ്ററിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടർ പഠിച്ചു. ഈക്വൽ വെക്ടർ എന്താണെന്ന് പഠിച്ചു, വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പഠിച്ചു, എന്താണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു, നൾ വെക്ടർ എന്താണെന്ന് പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ ഒരു വെക്ടറിനെ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പഠിച്ചു, അതിന്റെ റെപ്രസെന്റേഷൻ പഠിച്ചു. ഇനിയും വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം, സെയിം വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെ, ഓപ്പോസിറ്റ് വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനിയും ഒരു രണ്ട് വെക്ടർ ഇൻക്ലൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയായിരിക്കും ആഡ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. അത് രണ്ട് നിയമമുണ്ട്, ഒന്ന് ട്രയാങ്കിൾ ലോയും ഒന്ന് പാരലോഗ്രാം ലോയും. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഫൈനൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ലോയിൽ ഒരെണ്ണമാണ് ഇത്. ഒന്നെങ്കിൽ ഇത് ചോദിക്കുക, അല്ലെ അത് ചോദിക്കുക. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും ഫൈനൽ എക്സാമിന്. ഓക്കെ ആണല്ലോ? അപ്പം എഴുതിക്കോ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. സബ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, എ എന്ന് എഴുതിയിട്ട് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇത് മനസ്സിലായിക്കോണേ. ഞാൻ പറയുന്ന 3 ഡയമെൻഷനൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓൺലൈൻ ഇരിക്കുന്നവരെ അങ്ങനെ ചിന്തിച്ചാലേ ഇത് മനസ്സിലാവുള്ളേ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് അതെന്താണെന്ന് പറഞ്ഞു തരാമേ. ഇഫ് എ വെക്ടർ if two vectors are represented by two side of a triangle both in magnitude and direction both in magnitude and direction and in same order then the third side of the triangle is the triangle which is in opposite order, which is in reverse order, represent the vector sum of two vectors. ഇങ്ങനെ എഴുതിയാൽ, സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അതെന്താണെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിനക്ക് വെക്കാൻ പറ്റുന്നില്ലേടാ? ഓക്കെ, ഇന്നലെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ. എന്തായിരുന്നു പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? അതായത് ഞാനിപ്പം മെൽവിനെ, എന്റെ ഇവിടെ ഇരിക്കുന്ന മെൽവിനെ ഞാൻ അങ്ങോട്ടേക്ക് തള്ളുകയാണ്. ഓക്കെ, അങ്ങോട്ടേക്ക് തള്ളി വിത്ത് എ ഫോഴ്സ് എത്രയാ, 10 ന്യൂട്ടൺ. ഓക്കെ, അപ്പം ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്ന വെക്ടർ ഡയറക്ഷൻ അതാണ്, അങ്ങോട്ട് 10 ന്യൂട്ടൺ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓൺലൈൻ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഞാൻ ഇവരെ ഇങ്ങോട്ട് തള്ളുകയാണ്, അങ്ങോട്ട് തള്ളുകയാണ്. ഓക്കെ, ആ സമയത്ത് ഞാൻ തള്ളുന്ന സമയത്ത് തന്നെ നമ്മുടെ ദീപക് വന്നിട്ട് ഇവനെ ഈ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് തള്ളുവാണ് വിത്ത് ഫോഴ്സ് ഓഫ് എത്രയാ, 5 ന്യൂട്ടൺ. അപ്പൊ രണ്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെ, ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ മണ്ടയ്ക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും, 10 + 5 എന്താണ്, 15 ന്യൂട്ടൺ ആയിരിക്കും. ഇൻ എന്ത് ഡയറക്ഷനാ,
സെയിം, അതായത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന്റെ റിസൾട്ടന്റ് വെക്ടറും എന്ത് ഡയറക്ഷൻ തന്നെയായിരിക്കും, അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സും അവൻ കൊടുക്കുന്ന ഫോഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽ ആയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ, ഇതൊരു കേസ്. അതാണ് എന്താണ് സെയിം ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിന്റെ കേസ് പറഞ്ഞത്. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് അഡീഷണൽ വെക്ടേഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഞാൻ ഇവനെ ഇങ്ങോട്ട് തള്ളുന്നു വിത്ത് എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ, അവൻ അവനെ ഇങ്ങോട്ട് തള്ളുന്നു വിത്ത് എ ഫോഴ്സ് ഓഫ് എത്രയാണ് 5 ന്യൂട്ടൺ. അപ്പൊ നോക്കിയോ, ഞാൻ ഇവനെ 10 ന്യൂട്ടൺ കൊടുത്ത് തള്ളുവാണ്, അവൻ 5 ന്യൂട്ടൺ കൊടുത്ത് തള്ളുവാണ്. എങ്ങോട്ടേക്കായിരിക്കും ഇവൻ പോകുന്നത്? ഇവൻ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും. കാരണം എന്താണെന്നറിയോ? കാരണം ഇവിടെ ഇവന്റെ മണ്ടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നറിയോ? ശരിക്കും 5 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഞാൻ കൊടുത്ത 10ഉം അവൻ കൊടുത്ത 5ഉം അല്ലേ, അത് എങ്ങനെയാ വരുന്നത്? 10 അങ്ങോട്ട് കൊടുക്കുന്നു, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി 5 ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് കൊടുത്ത 5 അങ്ങ് പോയി, ബാക്കി എക്സ്ട്രാ എത്ര ഉണ്ട്? 5 ഉണ്ട്. അത് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ആ ഡയറക്ഷനിൽ. ഇവിടെ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇത് പറയാൻ, അത് പറഞ്ഞാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്, അതായത് നമ്മളിപ്പോ ഒരു മേശപ്പുറത്ത് ഒരു സാധനം വെച്ചു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവനെ 10 ന്യൂട്ടൺ കൊടുത്ത് ഇങ്ങോട്ട് കൊള്ളുന്നു, ധനു ഇവനെ തന്നെ ഇങ്ങോട്ട് 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ട് കൊള്ളുന്നു. അപ്പൊ ഒബ്വിയസ്ലി ഇതിന്റെ മണ്ടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? റിസൾട്ടന്റ് ഇത് ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ബാക്കി 10 - 5 മാത്രമേ ഇതിനകത്ത് ആക്ട് ചെയ്തത്. അതായത് 5 ന്യൂട്ടൺ ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിലാണ്? ഇതിനകത്ത് ഏതാണോ വലുത് അതിന്റെ ഡയറക്ഷൻ, ഇതാണ് വലുത് അതിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ ഇത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ഇങ്ങോട്ടേക്ക്. അപ്പൊ റിസൾട്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ രണ്ട് ഫോഴ്സിന്റെ ഇവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ റിസൾട്ടന്റ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിക്കണേ. ടോട്ടൽ ആയിട്ടുള്ളത്, അതായത് ഫൈനൽ ആയിട്ടുള്ളത്, അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ല അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, അതാണ് റിസൾട്ടന്റ്. മനസ്സിലായോ? അതായത് നിങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും തള്ളിയപ്പോൾ നീ എങ്ങോട്ട് പോയി, അത് ഞങ്ങൾ തന്ന ഫോഴ്സിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷനിലായിരിക്കും നീ പോവുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടത്തെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ട്രയാങ്കുലർ ലോ, ഇപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തോണ്ട് അങ്ങനെ വന്നേ. ഇവിടെ ഒന്ന് വരയ്ക്കല്ലേ, നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് പറഞ്ഞു തരികയാണ്. ഇവിടെ ഒരു സാധനം ഇരിക്കുക. ഓക്കെ, ഈ സാധനത്തിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുത്തു. അറ്റ് ദ സെയിം ടൈം ധനു ഇവിടെ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുത്തു. എങ്ങനെയായിരിക്കും ഇത് പോകുന്നത്? ഇങ്ങനെയല്ല പോകുന്നത്, ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ഫോഴ്സ്, ഇത് നിങ്ങൾ പറഞ്ഞ സ്ലാൻഡ് ഇങ്ങനെയാണോ പോകുന്നത്? ഇങ്ങനെയല്ല പോകുന്നത്, കുറച്ചുകൂടെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ചരി കണ്ടോ, ഇങ്ങനെ പോകേണ്ടി വരും. കാരണം എന്താ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ഫ്രണ്ട് ഇങ്ങനെയാ പോകുന്നത്. ശരിയല്ലേ? ഇതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്, ഇതാണ് റിസൾട്ടന്റ് ഉദ്ദേശിക്കുന്നത്. ഇത് വരയ്ക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? നമ്മുടെ ജ്യോതിസിനൊക്കെ ആണോ? ജ്യോതിസേ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ട്, ഇവിടെ ശ്രദ്ധിച്ചോണേ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ ആ ഒബ്ജക്റ്റിലോട്ട് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഇങ്ങനെ പോകുന്നതാണെങ്കിൽ അങ്ങനെയല്ല ഇത് പോകുന്നത്. എന്താണെന്നറിയോ? ഇവിടൂന്നും ഉണ്ട് ഫോഴ്സ്. അപ്പൊ കുറച്ച് നേരെ പോയിട്ട് കണ്ടോ, ഇങ്ങോട്ടും പോകും. അപ്പൊ കുറച്ചുകൂടെ ചരി കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. ഇതാണ് പാരലോഗ്രാം, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഫീൽ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇപ്പൊ പറയാൻ നോക്കും. അതായത് അവിടെ ഇതെന്താ പറയുന്നത്, ഇത് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. ഇഫ് വൺ വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഇതൊരു വെക്ടറാണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എ ബി എന്ന് വിളിക്കാം. എന്നിട്ട് അതിനെ ഞാൻ പി എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് അനദർ വെക്ടർ ഈസ് റെപ്രസെന്റഡ് ആസ് സെക്കൻഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഇല്ലേ? ഇൻ സെയിം ഓർഡർ. ഇതിന്റെ ഓർഡർ നോക്കി, ഇതിന്റെ ഓർഡർ ഇങ്ങനെയാ പോകുന്നത്. അതേ ഓർഡറിൽ തന്നെയാണ് അടുത്ത ട്രയാങ്കിൾ. കണ്ടോ, വാല് പുറകില് തല ഇപ്പുറത്ത്, വാല് പുറകിൽ തല, ഈ ഓർഡറിൽ തന്നെയാണ് പോകുന്നത് ഈ വെക്ടറും. ഇതിനെ നമുക്ക് ബി സി എന്നിട്ട് ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ ഇപ്പൊ എങ്ങനെയാ പോയത്? ഈ ഡയറക്ഷനിൽ കൊടുത്തു, ഈ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു. പക്ഷെ ഇത് എങ്ങനെയാ പോയത്? ഇങ്ങനെ ചരിഞ്ഞാ പോയത്. ഇത് കാണിക്കുന്ന എവിടാണെന്ന് അറിയാമോ? നമ്മൾ അവിടെ അല്ല കാണിക്കുന്നത്, നമ്മൾ കാണിക്കുന്നത് ഇവിടെ ആയിരിക്കും. നോക്കിയോ, ഇത് വരയ്ക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇത് എവിടെ കാണിക്കുന്ന അറിയാമോ? ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആയിട്ട് കാണിക്കും. കണ്ടോ, അത് ഓപ്പോസിറ്റ് ഓർഡർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് എന്തെന്ന് എഴുതാം, വെക്ടർ ക്യൂ എന്ന് എഴുതാം. മോഡുലസ് തന്നെയാണ് ഏതാ, പിയും പി ക്യൂ. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഇതിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു. ഇത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുക ഇങ്ങനെയാ മൂവ് ചെയ്യുന്നതെന്ന്. ഇത് കൊടുത്തത് അല്ല, കുറച്ചുകൂടെ ചരിയും. കാരണം ഇങ്ങോട്ടുകൂടെ എന്ത് വരുന്നുണ്ട്, ഒരു തെള്ളൽ വരുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ ഇങ്ങനെയായിരിക്കും പോകുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും.
ഇവിടെ നോക്കിയേ, ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു വെക്ടർ പോയി, ഇങ്ങനെ ഒരു വെക്ടർ പോയി. ഇത് എങ്ങനെയാ പോകുന്നത്? ഈ വരയ്ക്കുന്ന സാധനം നമ്മൾ എവിടെ വരയ്ക്കുന്നതേ ഉള്ളൂ? ഇവിടെ വരയ്ക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിനെക്കാട്ടിലും ചരിഞ്ഞാണ് കണ്ടോ ഇതിരിക്കുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡായിട്ട് ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്തു, ട്രയാങ്കിളിന്റെ അടുത്ത സൈഡായിട്ട് വേറൊരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്തു. രണ്ടും ഒരേ ഓർഡറില. ഒരേ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ആയി പോകുന്നത്. രണ്ടും ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടോ, ഓപ്പോസിറ്റ് ഓർഡറിലല്ലേ? റിസൾട്ടന്റ് ഓർഡർ കണ്ടോ ഇങ്ങനെയല്ലേ പോകുന്നത്? കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ടാ പോകുന്നത്. ശരിയല്ലേ? ആണോ? ഇതിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു. ഇത് ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് എന്നുള്ളൊരു ലെവലിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട പടം. ഇതാണ് ഈ പടമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതായത് ഇവിടെ ഇവിടെ ഒന്ന് നോക്കിയേ. ഇവിടെ ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. If two vectors are represented by two sides of a triangle, both in magnitude and direction and in same order, ആണല്ലോ, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, then the third side of the triangle in reverse order represent the vector sum of two vectors. അതായത് ആ രണ്ട് വെക്ടറിന്റെ വെക്ടർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും, അത് റിവേഴ്സ് ഓർഡറിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. റിവേഴ്സ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ ഈ ഓർഡറിലാണ് പോകുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പോയത്. ഇവിടെ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാ പോയത് അല്ലേ? എന്നാൽ ഇതിപ്പോ എങ്ങനെയാ പോകുന്നത്? കണ്ടോ, ഇത് ഈ ഓർഡറിലാണ്. ഇത് ഇങ്ങോട്ട്, ഇത് രണ്ടും എന്താ? ഇങ്ങനെ. കണ്ടോ, ഇതപ്പോ ക്ലോക്ക് വൈസ് പോലെ എടുക്കാം, ഇത് ആന്റി ക്ലോക്ക് വൈസ് പോലെ എടുക്കാം. കൺസിഡർ ചെയ്യാം, ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞ. മനസ്സിലായി? അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. മനസ്സിലാകാത്തവർക്ക് ചോദിക്കാം കേട്ടോ, മനസ്സിലാകാത്തവർക്ക് ചോദിക്കാം, ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക്. സൂര്യഗായത്രി, അനുഷ്ക, ജോഷുവ അല്ലല്ലോ, ജോഹാൻ. മനസ്സിലായി സർ. മനസ്സിലായി. പാർവണ ഇന്നലെ കേറിയില്ലായിരുന്നല്ലോ. പാർവണ ഓക്കെ ആണോ ഇത്? മനസ്സിലായി സർ. അതേപോലെ തന്നെ അനഘ, എങ്ങനെയുണ്ട് അനഘ? ജ്യോതിസ്, ക്രിസിൻ. മനസ്സിലായി. ക്രിസിൻ, അലൻ, അർജുൻ. മനസ്സിലായി സർ. മനസ്സിലായി സർ. പെട്ടെന്ന് എഴുതിക്കോ. ഇനി അടുത്തത് പാരലോഗ്രാം. കുറച്ച് പാടാണ്, ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, അവിടെ പഠിക്കാം. പിന്നെ അതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പോകും. അടുത്തത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ബി എന്ന് എഴുതിയിട്ട് പാരലോഗ്രാം ലോ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു പറഞ്ഞത്. പിന്നെ ഈ പാടോ, ഈ two vectors are represented both in magnitude and direction by the adjacent side of a parallelogram. Then the diagonal of the parallelogram starting from the point of intersection, from the point of intersection, starting from the point of intersection of two vectors
represents vector sum of two vectors. നമ്മൾ ഇന്നലെ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഒരു ഇരുമ്പ് കസേരയുടെ കാലയിൽ കയറ് കെട്ടിയിട്ട് രണ്ട് സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പ് കസേര എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതാണ് പാരലോഗ്രാമിൽ വെക്ടർ അഡീഷന്റെ കേസ്. നമുക്ക് നോക്കാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ഇരുമ്പ് കസേര വേണം. കഴിഞ്ഞോടാ, ഒരു ഇരുമ്പ് കസേര വരണം. ഇരുമ്പ് കസേര നമുക്കൊരു കാര്യം ചെയ്യാം, 4 കാലുള്ള ഒരു ഇരുമ്പ് കസേര നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, 4 കാലുള്ള ഇരുമ്പ് കസേര. അതായത് ഇവിടെ നമ്മുടെ ധനു നിൽക്കുന്നു, ഇവിടെ നമ്മുടെ പ്രവീൺ നിൽക്കുന്നു. ഓക്കെ, ഇത് ഒരു കയറിട്ടിട്ട് ധനു ഇങ്ങോട്ടും പ്രവീൺ ഇങ്ങോട്ടും, ഒരു കയറിട്ടിട്ട് ധനു ഇങ്ങോട്ടും വരയ്ക്കുന്നു. ഇതിന് നാലിനും ചരടുണ്ടെന്ന് വിചാരിച്ചു. അല്ല, ചരടല്ല, ഒരു ടയർ ഉണ്ടെന്ന് വിചാരിച്ചു. 4 നീങ്ങാൻ എളുപ്പം അല്ലേ? അപ്പം ധനുവിനും പ്രവീണിനും ഒരേ പവറാണെന്ന് വിചാരിച്ചു. ധനു ഇങ്ങോട്ട് വലിക്കുന്നു, പ്രവീൺ ഇങ്ങോട്ട് വലിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചെയർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യോ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യോ? അല്ല, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നറിയോ? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇതിനെ നിങ്ങൾ ഒരു പാരലോഗ്രാമിന്റെ ഒരു സൈഡായിട്ടും ഇതിനെ പാരലോഗ്രാമിന്റെ തൊട്ട് സൈഡായിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാരലോഗ്രാമിന്റെ നോക്കി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാം അല്ലേ? നോക്കി, കണ്ടോ? വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണലിന്റെ ഡയറക്ഷനിലായിരിക്കും ഇതിന്റെ എന്ത് പോകുന്നത്? റിസൾട്ടന്റ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായി? ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് എക്സ്റ്റൻഷൻ. പക്ഷെ ഇവിടെ പ്രശ്നം, ഇത് പിയും ഇത് ക്യൂ ആണെങ്കിൽ ഇവിടെ നമുക്ക് R = P + Q എന്ന് ട്രയാങ്കിൾ ലോ ഓഫ് എക്സ്ട്രാഡിഷൻ പോലെ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ ഡെറിവേഷൻ ഉണ്ട്, വേറൊരു രീതിയാണ്. ഇവിടുത്തെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ അറിയോ? P² + Q² + 2PQ cos θ. രണ്ടും ആയിരിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ധനുവിനും പ്രവീണും എന്തു പവറാന്നാ പറഞ്ഞത്? ഒരേ പവറാന്ന് ഞാൻ അതിൽ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ സെയിം ആയാലല്ലേ, അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡിലോട്ട് വലിക്കത്തില്ലേ? അല്ലേ പിന്നെ ഒരു സൈഡിലോട്ടല്ലേടാ വരത്തുള്ളൂ. ഞാൻ ഇങ്ങോട്ട് വലിക്കുവാണെങ്കിൽ ഇവൻ ഇങ്ങോട്ട് വലിക്കുവാണെങ്കിൽ എങ്ങനെ വരുന്നത്? എന്റെ സൈഡിലോട്ട് നീങ്ങി വരും. കൃത്യം ഞാൻ വലിക്കുന്നതിന്റെ ഡയറക്ഷൻ വരത്തില്ല. അവന് കുറച്ച് പവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞാണല്ലോ എന്റെ സൈഡിലോട്ട് തന്നെ വരും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ധനുവിനും പ്രവീണും എന്താണ് ഒരേ പവറാന്ന് പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞിട്ടാ ഇത് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ. അപ്പം ഇത് നമ്മൾ ഗ്രാഫിക്കലി ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ടന്റ് എന്താണെന്നാ പറഞ്ഞത്? P² + Q² + 2PQ cos θ ആണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഇത് റിസൾട്ടന്റ് എന്താ പറഞ്ഞത്? P + Q, P - Q, അല്ലെങ്കിൽ P + അങ്ങനെ എടുത്തത്. ഇവിടെ അങ്ങനെയല്ല വരുന്നത്. അത് എന്തുകൊണ്ടാന്നുള്ളതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. cos θ ഉണ്ട് ഇവിടെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് ഇതിന്റെ പടം വരയ്ക്കാം. നോക്കിയോളൂ, ഇതിനെ പടം വരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു വെക്ടർ ഇതൊരു പാരലോഗ്രാം ആണെന്ന് വിചാരിക്കാം. പാരലോഗ്രാമിന്റെ ഒരു സൈഡായിട്ട് ഒരു വെക്ടറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇത് പാരലോഗ്രാമിന്റെ ഒരു സൈഡാണ്. അത് OA എന്ന് പറയുന്ന വെക്ടർ, അതിനെ ഞാൻ P എന്ന് എടുത്തു. ഇതൊരു സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്തു. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അത് എന്താണ്? അത് OB ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? വെക്ടർ Q ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? ഇതിന്റെ റിസൾട്ടന്റ് ഈ രണ്ടിന്റെയും ഇന്റർസെക്ഷനിൽ നിന്നായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ് ഡയഗണൽ വരയ്ക്കുക. ആണല്ലോ, ഇതായിരിക്കും നമ്മുടെ എന്ത്? നമ്മൾ ഇച്ചിരി നീട്ടി അങ്ങ് വരച്ചോ, നമുക്കൊരു പടം വരയ്ക്കാനുണ്ട്. അതായത് ഈ ലെവലിൽ തന്നെ, ഏത് ലെവലിലാണ്? ആ ബിയുടെ ലെവലിൽ തന്നെ വരയ്ക്കണേ. ആ ബിയുടെ ഹൈറ്റിൽ തന്നെ കൃത്യം വരയ്ക്കണം. ഏതാ? ബിയുടെ അവിടെ വരെ ചെല്ലണം, വൃത്തിക്ക് വരയ്ക്കണം. ഇതിപ്പം ഇത് വരയ്ക്കുമ്പോ ഓക്കെ, ഇത് കറക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി തെറ്റിപ്പോവേ, നമുക്ക് ആ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക. പാരലോഗ്രാം ആണെന്ന് കാണിക്കാൻ വേണ്ടി നീളം കുറവാണെങ്കിൽ ആ നീളം കൂട്ടി അതേ കൊണ്ട് മുട്ടിക്കുന്ന രീതി വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെയും ഇത് പാരലോഗ്രാം ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇവിടെയും എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് വരയ്ക്കുക.
ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെയിം കൊടുക്കാൻ പോവാണ്. ഇതായിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്ടർ ആർ എന്ന് എടുക്കാം. അത് എന്താന്നുള്ള കാര്യം നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഞാന് ഈ മൊത്തം ആംഗിളിനെ ഞാൻ എന്തായിട്ട് എടുക്കാൻ പോകുന്നത് തീറ്റ ആയിട്ട് എടുക്കാൻ പോവാ. ഇതിനുള്ളിൽ എഴുതണേ. അത് മൊത്തം ആംഗിൾ തീറ്റ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവിടെ ഒരു ആൽഫയും വരുന്നുണ്ട്, ഇവിടെ ഒരു ബീറ്റയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ എഴുതാൻ പറഞ്ഞത്. ഈ തീറ്റയൊക്കെ ഇട്ടത് അങ്ങോട്ട് ഉള്ളിൽ കൊടുക്കാൻ പറഞ്ഞാൽ ഉള്ളിൽ കൊടുക്കണം, അല്ലെ തെറ്റിപ്പോ കൺഫ്യൂഷൻ ആയിപ്പോ. ആ കുഴപ്പമില്ല, ഇനി അവിടെ കിടക്കട്ടെ. മൊത്തം, അതായത് രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള മൊത്തം ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റും ഈ പി എന്ന് പറയുന്ന വെക്ടറുമായിട്ടുള്ള ആംഗിൾ ആണ് ആൽഫ. അതേപോലെ തന്നെ റിസൾട്ടന്റും ക്യൂ എന്ന് പറയുന്ന വെക്ടറുമായിട്ടുള്ള ആംഗിൾ ആണ് ബീറ്റ. ഇത്ര എഴുതണം. എന്നിട്ട് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. നോക്കിയേ, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നോക്കിയോ, ഇതിനെ ഞാൻ എക്സ്റ്റെൻഡ്. എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, വരച്ചോണ്ടിരിക്കല്ലേ, ഇവിടെ ശ്രദ്ധിച്ചിട്ട് വരയ്ക്കും. ധാനു ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് നെയിം കൊടുക്കുകയാണ്. ഇവിടെ ഇത് O അല്ലേ, ഇത് സി എന്ന് കൊടുക്കാം, ഇത് സി എന്ന് കൊടുക്കാം, ഇത് ഡി എന്ന് കൊടുക്കാം, ഇത് 90 ഡിഗ്രി എന്ന് കൊടുക്കാം. നോക്കിയേ, ഇത് തീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇത് എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, രണ്ട് പാരലൽ ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും. അത് രണ്ടും ഈക്വൽ ആണ്. കാരണം ഇതെന്താ, ഇത് രണ്ടും പാരലൽ അല്ലേ, ഇതൊരു ട്രാൻസ്വേഴ്സൽ അല്ലേ, ആണല്ലോ. അപ്പൊ ഉറപ്പായിട്ട് ഈ തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ, അങ്ങനെ എടുക്കാം ഇല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ പടത്തിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്തോളൂ. പെട്ടെന്ന് മാർക്ക് ചെയ്യണേ, പെട്ടെന്ന്. ഓക്കെ, ഇനി നോക്കിയോ, ഇനി ഓരോ കാര്യങ്ങൾ എഴുതാൻ പോവാണ്. നോക്കിയോളൂ, എന്റെ കൂടെ എഴുതി പോകണം. ലെറ്റ് ഒ എ റെപ്രസെന്റ് പി, വെക്ടർ പി, ആൻഡ് ഒ ബി റെപ്രസെന്റ് ക്യൂ. ഇനി അടുത്ത നോക്കിയോ, ഇൻ ട്രയാങ്കിൾ ഒ സി ഡി. നോക്കിയേ, ഇൻ ട്രയാങ്കിൾ ഒ സി ഡി ഏതാ മക്കളെ, ഒ സി ഡി ഏതാണ്, ഒ സി ഡി എന്ന് പറയുമ്പോ ഏതാ, ഈ ട്രയാങ്കിൾ ആണ് ഒ സി ഡി എന്ന് പറയുന്നത്. നോക്കിക്കോണം, അതായത് ഈ ട്രയാങ്കിൾ. ഒ സി ഡി എന്ന് പറഞ്ഞാൽ അല്ല, ഗ്യാപ്പ് എവിടെ, ഒ സി ഡി ഇവിടെ. ഓക്കെ, ഒ സി ഡി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ, ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ഒ സി ഡി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഒ സി ഡി അതാണ്. വേണമെങ്കിൽ അത് ജസ്റ്റ് വേറെ ഏതെങ്കിലും കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഒ സി ഡി ആണ്. ഓക്കെ, ഇത് എടുക്കാൻ പോവാ. ഇതിനകത്ത് ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാ. നോക്കിയോ, ഇതിനകത്ത് ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്കിയോളൂ, അതിനകത്ത് അപ്ലൈ ഇൻ ഒ സി ഡി, അപ്ലൈ പൈതഗോറസ് തിയറം, അപ്ലൈ പൈതഗോറസ് തിയറം. അപ്പൊ എന്താ വരുന്നത് നമുക്കറിയാം. എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ എന്താ, ബി സ്ക്വയർ പ്ലസ് എന്തായിരിക്കും, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആയിരിക്കും. ആണോ? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്താ മക്കളെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇവിടെ ഒ സി ആണ് ഹൈപ്പോട്ടന്യൂസ്, ആണല്ലോ. ബേസ് എന്താ,
ODയും അതേപോലെ തന്നെ ഹൈറ്റ് എന്താ, ഓൾട്ടിറ്റ്യൂഡ് എന്താ, CD. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, നമുക്ക് OC സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, OD സ്ക്വയർ പ്ലസ് എന്തെന്ന് എഴുതാം, CD സ്ക്വയർ എന്ന് എഴുതാം. ആണല്ലോ, ശ്രദ്ധിച്ചോണേ. ഓക്കെ ആണോ? ഇനി ഞാൻ നോക്കിയോ, ഇവിടെ നോക്കിയോ, എല്ലാവരും ശ്രദ്ധിച്ചേ. OC സ്ക്വയർ ഈസ് ഈക്വൽ ടു ODക്ക് പകരം, OD എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ലെങ്ത് അല്ലേ, അതിനെ ഞാൻ OA പ്ലസ് AD എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. എഴുതാവോ? എല്ലാവരും ശ്രദ്ധിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ഇവിടെ OC സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാൻ പോവാ, OA പ്ലസ് AD ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പോവാ. പ്ലസ് എന്താ, ബാക്കി CD സ്ക്വയർ അതേപോലെ തന്നെ. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ചെയ്യാം. പരീക്ഷയ്ക്ക് ഇതൊന്നും ചോദിക്കുന്ന ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഡെറിവേഷൻ ഒന്നും ചോദിക്കത്തില്ല, സ്റ്റേറ്റ്മെന്റ് മാത്രമേ ചോദിക്കത്തുള്ളൂ. പക്ഷെ ന്യൂമറിക്കൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ലെവലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് പഠിപ്പിക്കുക. അപ്പം ഇവിടെ നോക്കിയോ, ഇനി OC സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകും. A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ, A സ്ക്വയർ പ്ലസ് 2AB 2 ഇൻറ്റു OA ഇൻറ്റു AD പ്ലസ് എന്താ AD സ്ക്വയർ പ്ലസ് എന്താ CD സ്ക്വയർ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്ത എടുക്കുന്നതാണ് അറിയാം, അടുത്ത ട്രയാങ്കിൾ എടുക്കുന്നത് ADC എടുക്കാൻ പോകും. ADC എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ, ADC എന്ന് പറഞ്ഞാൽ ഏതാ, ADC എന്ന് പറയുമ്പോ ഇതല്ലേ ഈ കോർണറിലുള്ള, ADC എന്ന് പറയുമ്പോ ഇപ്പൊ വരച്ചത് ഏതാ, ഇതല്ലേ ADC അല്ലെ, ഇതല്ലേ ADC ആണ്. ആ ട്രയാങ്കിൾ എടുക്കുവാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണേ. ഇൻ ട്രയാങ്കിൾ ADC എന്താണ്, അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ എന്താ, ബേസ് സ്ക്വയർ പ്ലസ് എന്താ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അവിടെ ഹൈപ്പോട്ടന്യൂസ് എന്താന്ന് നോക്കി, AC ആ. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് എന്താ CD സ്ക്വയർ. ഇതിനെ ഇക്വേഷൻ 2 കൊടുക്കാം, അല്ല ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഈ 2 കൊണ്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിയേ, ഇവിടെ 1 ഒരു AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ ഇല്ലേ, ഇവിടെയും AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ അല്ലേ. AD സ്ക്വയർ CD സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം, AC സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ ഇതിന് പകരം എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 in 1, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 in 1. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, നമുക്ക് എന്തെന്ന് എഴുതാം, OC സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു OA ഇൻറ്റു AD പ്ലസ് എന്തെന്ന് എഴുതാം, AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ നമുക്ക് എന്താ എഴുതാം, AC സ്ക്വയർ എന്ന് എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ആണോ മക്കളെ? ഓക്കെ. ഇനി എല്ലാത്തിനും ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. OC എന്തായിട്ടായിരുന്നു നമ്മൾ എഴുതിയത്, OC എന്തായിരുന്നു നിങ്ങൾ നോക്കി, OC എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് അല്ലേ, ആണോ? ഓക്കെ, OC എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ആണ്. അപ്പൊ ഞാൻ OC സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, റിസൾട്ടന്റ് R ന്റെ സ്ക്വയർ ആണല്ലോ. ഈസ് ഈക്വൽ ടു OA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, OA എന്ന് നോക്കി, OA എന്ന് പറഞ്ഞാൽ എന്താ, OA എന്ന് പറഞ്ഞാൽ എന്തായിട്ടാ കൊടുത്തിരിക്കുന്നത്, P അല്ലേ, ആണോ? അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, OAക്ക് വരെ എന്ത് കൊടുക്കാം, P കൊടുക്കാം, വെക്ടർ P യുടെ സ്ക്വയർ പ്ലസ് എന്താ 2 ഇൻറ്റു OA എന്താ, OA P ആണ്, വെക്ടർ P ഇൻറ്റു AD എന്താ മക്കളെ, AD നോക്കിയാൽ നിങ്ങൾ, AD AD കണ്ടുപിടിക്കണം അല്ലയോ. AD അവിടെ കിടക്കട്ടെ, AD കണ്ടുപിടിക്കും അല്ലേ, AD അവിടെ കണ്ടുപിടിക്കാം. പ്ലസ് എന്താ AC എന്താ മക്കളെ, AC എന്ന് പറയുമ്പോൾ തന്നെ ഇതാ, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും എപ്പോഴും. അപ്പൊ Q ആണെങ്കിൽ AC എന്ത് തന്നെയായിരിക്കും, Q ആയിരിക്കും അല്ലയോ. അത് വേണമെങ്കിൽ സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം കേട്ടോ, അതായത് വെക്ടർ Q സ്ക്വയർ, അതായത് സൈഡിലോട്ട് എഴുതി വെക്കണം. OC എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ R ആണ്. OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെക്ടർ P ആണ്. അതേപോലെ തന്നെ എന്താ, ഇതിന്റെ തൊട്ട് സൈഡിലോട്ട് എഴുതി വെച്ചാൽ മതി. എന്തുവാ നിങ്ങളിപ്പോ എഴുതിയതിന്റെ തൊട്ട് സൈഡിലോട്ട് വല്ലതും എഴുതി വെച്ചാൽ മതി, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വല്ലതും എഴുതി വെച്ചാൽ മതി. അപ്പം എന്താണ് അടുത്ത എന്താണ് അല്ലെ, ഒരു കാര്യം ചെയ്യാമോ, ഇതിന് താഴോട്ട് എഴുതുക, ഇതിന്റെ താഴോട്ട് എഴുതുക.
ഇതിന്റെ താഴോട്ട് എഴുതിക്കോ. ഒ സി എന്ന് പറഞ്ഞാൽ എന്താ? ആസ് ഒ സി ഈസിക്കൽ എന്താ? വെക്റ്റർ ആർ ആണോ? ഒ എ എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ പി ആണോ? എന്താണ് ഒ അല്ല എ സി എന്ന് പറഞ്ഞാൽ എന്താ? എ സി എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ ക്യൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? എ ഡി കണ്ടുപിടിക്കണം. ശരിയല്ലേ? എ ഡി കണ്ടുപിടിക്കണം. എ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ ട്രയാങ്കിൾ എ ട്രയാങ്കിൾ എന്താണ്? എ ഡി സി അല്ലേ? ഇൻ ട്രയാങ്കിൾ എ ഡി സി ഞാൻ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പോവാം. അവിടുത്തെ കോസ് തീറ്റ എന്ന് കണ്ടുപിടിച്ചാൽ എന്ത് പറ്റും മക്കളെ? നോക്കി, എ ഡി സി എന്ന് പറഞ്ഞാൽ ഇതല്ലേ? എ ഡി സി എന്ന് പറഞ്ഞാൽ ഇതല്ലേ? എന്തുവാ എ ഡി സി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്. അപ്പം കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എ ഡി ഡിവൈഡ് ബൈ എന്തെന്ന് വരും? എ സി എന്ന് വരും. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഈസിക്കൽ ടു കോസ് തീറ്റ ഈസിക്കൽ ടു അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണ് നമുക്ക് കോസ് തീറ്റ എങ്ങനെ എഴുതാം? അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ എന്താ? എ ഡി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എന്താ? എ സി. എ ഡി എന്തായിരുന്നു? എ ഡി കണ്ടുപിടിക്കണം. എ ഡി ഡിവൈഡ് ബൈ എ സി എന്താണ്? എ സി എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂ അല്ലേ? വെക്റ്റർ ക്യൂ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ therefore നമുക്ക് എന്ത് കിട്ടി? therefore cos തീറ്റ ഈസിക്കൽ ടു എന്തെന്ന് കിട്ടി? എ ഡി ബൈ ക്യൂ. അവിടുന്ന് എ ഡി എന്ത് കിട്ടി നമുക്ക്? എ ഡി ഈസിക്കൽ ടു എന്താ? ക്യൂ കോസ് തീറ്റ എന്നാണ് പറയാം കേട്ടോ. വെക്റ്റർ ക്യൂ ഇൻറ്റു കോസ് തീറ്റ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എ ഡിയുടെ വാല്യൂ കൂടെ അതിനകത്ത് കൊണ്ട് കൊടുക്കത്തില്ലയോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എ ഡി ഓൾസോ ഇൻ എന്താ? ഇക്വേഷൻ ഫോർ ആർ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. വെക്റ്റർ ആർ ഈസിക്കൽ ടു എന്താ? പി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വെക്റ്റർ പി ഇൻറ്റു എ ഡിക്ക് വരെ എന്ത് കൊടുക്കാം? ക്യൂ കോസ് തീറ്റ കൊടുക്കാം. പിന്നെന്താ? ഇൻറ്റു പ്ലസ് എത്രയാ? ക്യൂ സ്ക്വയർ ആണോ? അപ്പൊ അതിന് എ ഡി ഓൾസോ ഇൻ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഫോർ ആർ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇത് ആർ സ്ക്വയർ അല്ലേടാ? ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുവാണ്. വെക്റ്റർ ആർ സ്ക്വയർ ഈസിക്കൽ ടു എന്താ? പി സ്ക്വയർ പ്ലസ് 2 പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് എന്താ? 2 പി ക്യൂ എന്താണ്? അവിടുന്ന് ഇതെല്ലാം വെക്ടർ ആണ്. അവിടെ നിന്ന് നമുക്ക് ആർ കണ്ടുപിടിക്കണം. ഇപ്പൊ ആർ സ്ക്വയറിന്റെ വാല്യൂ ആയിട്ട് വരുന്നത് ആർ എന്താ? ആർ ഈസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് എന്താ? 2 പി ക്യൂ എന്താണ്? where theta is the angle between two vectors P and Q. P square വെക്ടറിന്റെ സൈൻ ആയിട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ റിസൾട്ട് എങ്ങനെ ആവുന്നതെന്ന് മനസ്സിലായോ? ഇങ്ങനെ റിസൾട്ട് എന്ന് പറഞ്ഞു. ഈ രീതി വേണം കണ്ടുപിടിക്കാം. ന്യൂമറിക്കൽ ഒത്തിരി ചോദിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മളപ്പോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ളതാണ് കണ്ടുപിടിച്ചത്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? റിസൾട്ടന്റ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ഇതൊരു ചിഹ്നം കൂട്ടിലാക്കി വെച്ചേക്കണം. ഏത് ഡയറക്ഷനിലാണ് റിസൾട്ടന്റ് പോകുന്നത്? ഇങ്ങനെ ആണോ? നമുക്ക് ഇങ്ങനെ എന്ന് പറയാൻ പറ്റുമോ? അത് ഇക്വേഷനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് കാണിക്കണം. ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടി വീണ്ടും ചെറിയൊരു ഡെറിവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണേ. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ കൂടെ പോകുന്നതെന്ന് അറിയാം. പക്ഷെ അത് ഏത് ഡയറക്ഷനിലാണെന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കണം. നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ ഡയറക്ഷൻ പറയാം. ഒന്നെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഈ വെക്റ്റർ ഇതിന്റെ ഡയറക്ഷൻ പറയാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഈ വെക്റ്റർ ഇതിന്റെ ഡയറക്ഷൻ പറയാം. അതിനുവേണ്ടിയാണ് ആൽഫയും ബീറ്റയും ഇട്ടിരിക്കുന്നത്. ആൽഫ വെച്ച് പറയുവാണെങ്കിൽ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായത് ഈ വെക്റ്റർ, അതായത് റിസൾട്ടന്റ് വെക്റ്റർ പി എന്ന് പറയുന്ന വെക്റ്ററിൽ നിന്നും ആൽഫ ആംഗിൾ മാറിയിട്ടാണ് പോകുന്നതെന്നാണ് ശരിക്കും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ആണോ?
ക്യൂ എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും ഇത് ബീറ്റ ആംഗിൾ മാറിയിട്ട് ആണ് പോകുന്നതെന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് പറയാം. അപ്പൊ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ അതെന്തായി, അതിന്റെ ഡയറക്ഷൻ ആയി അല്ലേ. അപ്പൊ അങ്ങനെയാണ് അത് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇതും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടാൻ ആൽഫ ആണ് എടുക്കുന്നത്. അവിടുന്ന് ആൽഫ കണ്ടുപിടിക്കും. അപ്പം ഇത്ര എഴുതിയല്ലോ. ഇത്ര എഴുതിയിട്ട് നിങ്ങൾ താഴോട്ട് എഴുതേണ്ടത് the above equation gives the magnitude of resultant vector. എഴുതിക്കും. The above equation gives the magnitude of resultant vector. The above equation gives the magnitude of resultant vector. Okay ആണോ? Okay. ഇനിയും for direction ചെറിയൊരു അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് കൺസിഡർ ചെയ്യാം ഇൻ ട്രയാങ്കിൾ ADCക്കകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകാൻ അറിയാമോ? ഇൻ ട്രയാങ്കിൾ ADCക്കകത്ത് സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പോവാം. നിങ്ങൾ ഒന്ന് ആലോചിച്ചു, സൈൻ തീറ്റ ഇൻ ട്രയാങ്കിൾ ADC ഏതാന്ന് നോക്കി. ADC എവിടാ? ADC ഏതാന്ന് കൺസിഡർ ചെയ്ത്. ADC എവിടായിരുന്നു? ADC എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ. ഇതിനകത്ത് സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ എന്താ? ഹൈപ്പോട്ടന്യൂസ്. CD ഡിവൈഡഡ് ബൈ എന്താ? AC ആണോ മക്കളെ? ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ എന്താ? ഹൈപ്പോട്ടന്യൂസ്. ആ പടം നോക്കിയിട്ട് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഏതാ? ADO പ്ലസ് CDO. CD ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താ? AC. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു CD ബൈ AC. ACക്ക് വാല്യൂ ഉണ്ടോ? ACക്ക് നമുക്ക് Q എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടല്ലോ. Q cos തീറ്റ. ACക്ക് Q ആ വാല്യൂ അല്ലേ? അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? CD ബൈ Q എന്ന് എഴുതാം. അവിടുന്ന് CD ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? Q സൈൻ തീറ്റ കിട്ടും. അതവിടെ കിടക്കട്ടെ. അപ്പം വെക്ടർ Q സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി അടുത്ത എന്താ ചെയ്യാന്ന് പറഞ്ഞു? നമുക്ക് ആൽഫയല്ലേ കണ്ടുപിടിക്കണ്ടേ? ആൽഫയോ ബീറ്റയോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് തൽക്കാലം. അപ്പൊ നോക്കിയോ, ഇൻ ട്രയാങ്കിൾ ODC എടുക്കാൻ പോവാം. ODC എന്നിട്ട് അവിടുന്ന് ടാൻ ആൽഫ എടുക്കാൻ പോവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ODC എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് നോക്കിയേ. ODC എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ODC എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളാണ്. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ഇത്. ഇതിനകത്ത് ടാൻ ആൽഫ എടുക്കാം. ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് ഇവിടെ CD, അഡ്ജസന്റ് ഇവിടെ എന്താ? OD ആണ്. ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാലോ. നോക്കിയോ, ടാൻ ആൽഫ ഈക്വൽ ടു എന്താ? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ എന്താ? ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. അവിടെ നമുക്ക് ടാൻ ആൽഫ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഓപ്പോസിറ്റ് ഇവിടെ ഏതാ? AC ഡിവൈഡ് ബൈ അഡ്ജസന്റ് എന്താ? AC ആണോ അഡ്ജസന്റ്? ഓപ്പോസിറ്റ് OD അല്ലേടാ? ഓപ്പോസിറ്റ് OD അല്ല, ഓപ്പോസിറ്റ് CD. എടാ ODC യുടെ ട്രയാങ്കിളുടെ ആൽഫയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ? ഇവന്റെ കാര്യം ഭയങ്കര. നോക്കിയടാ, ഇതാണ് ആൽഫ, ഇത് O, ഇത് D, ഇത് C. നമ്മൾ ODC അല്ലേ എടുത്തേ? അങ്ങനെയാണ് അതിന്റെ ഈ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? CD ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? OD ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു CD എന്താ മക്കളെ? CD അറിയാമോ? CD എന്താ? CD നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചല്ലേ ഉള്ളോ? എന്താ? Q സൈൻ തീറ്റ ആണ്. ഡിവൈഡഡ് ബൈ OD നെ ഞാൻ എന്താക്കാന്ന് അറിയോ? വീണ്ടും OA പ്ലസ് AD എന്നാക്കുക. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? Q സൈൻ തീറ്റ ഡിവൈഡ് ബൈ OA എന്താ? നമുക്ക് OA എന്താ? P അല്ലേ? P പ്ലസ് എന്താ? AD എന്താ? AD നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. AD എന്താ? Q കോസ് തീറ്റ ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? ആൽഫയുടെ ഡയറക്ഷനിലായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ട് ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി ടാനിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം.
ടാനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ടാൻ ഇവിടെ ഡിവൈഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിന്റെ മുകളിലോട്ട് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എന്നായിരിക്കും പറയാ. ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതായിരിക്കും അതിന്റെ ഡയറക്ഷന്റെ ഇക്വേഷൻ. ബീറ്റയിലും കണ്ടുപിടിക്കാം. ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ പി കോസ് തീറ്റ ഡിവൈഡ് ബൈ ക്യൂ പ്ലസ് പി സൈൻ തീറ്റ എന്ന് വരും. തിരിഞ്ഞു വരും. കുഴപ്പമില്ല, അത് പഠിക്കണ്ട, ഇത് പഠിച്ചാൽ മതി. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറയാ. ബീറ്റ വരുന്ന സമയത്ത് അതും കൂടെ വേണമെങ്കിൽ എഴുതി വെച്ചു. അതിന്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് പി കോസ് തീറ്റ, അല്ല സോറി, പി സൈൻ തീറ്റ, പി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് പി കോസ്. ഏതാ? എടാ നോക്കിയോ, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്നാന്ന് വിചാരിക്കുക. അവിടുന്ന് ആൽഫ ഈസ് ഈക്വൽ ടു 1 ബൈ ടാൻ. അപ്പൊ അതിനെ നമ്മൾ എന്താ, ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ 1 ബൈ ടാൻ. നമുക്കിപ്പോ 1 ബൈ എക്സിനെ നമുക്ക് എക്സ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതില്ലേ. അപ്പൊ ടാൻ റേസ് ടു മൈനസ് 1 അതാണ് ടാൻ. അങ്ങനല്ലടാ നമ്മള് ഇങ്ങനെ എഴുതുന്നത്. ഈ ടാൻ ഇൻവേഴ്സ് ഇതിന്റെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് അതിന് പറയാം. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്കകത്ത് ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് സം ആംഗിൾ വിൽ ഹാവ് സം വാല്യൂ. അപ്പൊ അതെടുത്ത് എഴുതുന്നത്. അല്ലാതെ 1 ബൈ ടാൻ എന്നൊന്നും പറഞ്ഞ് എഴുതത്തില്ല. അതിന് വാല്യൂ ഉണ്ട്. ഇപ്പൊ ടാൻ 30ക്ക് നിങ്ങൾക്ക് ടാൻ 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ 1 ബൈ റൂട്ട് 3 എന്ന് പറഞ്ഞാല് ടാൻ ഇൻവേഴ്സ് ഓഫ് 30 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാല്യൂ ഉണ്ട്. മനസ്സിലായോ? ആദ്യത്തേത് ഏതാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇവിടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓ ഡൗട്ട് ഉള്ളവർ ചോദിച്ചെഴുതുക. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാ, സ്ക്രീൻ ഞാൻ വെക്കാം. വലിയ പാഠമാണ് അല്ലല്ലോ. മറ്റേ ഇതിലും വലിയ പാഠം ഇന്നത്തെ പഠിക്കാനുണ്ട്. ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് ഏറ്റവും വലിയ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അത് ഈ ഫിസിക്സിനകത്ത് ഏറ്റവും വലിയ. ഇത് പെട്ടെന്ന് തീരും. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് പഠിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് പഠിക്കണം. അത് ന്യൂമറിക്കലൊക്കെ ചോദിക്കുന്നതാണ്. സബ്ട്രാക്ഷൻ ഒന്നും വലിയ പ്രശ്നമില്ല. അത് കഴിഞ്ഞ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി ചാപ്റ്റർ തീരും. പിന്നെ ഇനി ഡെറിവേഷൻ പോർഷനിലോട്ടാണ് വരുന്നത്. ഒരു 5 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്
ഉണ്ട്. അപ്പൊ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സും കൂടി ഇപ്പൊ പറഞ്ഞുതരാം. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിപ്പിച്ചോ? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് ഇല്ല. അടുത്ത ക്ലാസ്സിൽ റെസൊല്യൂഷൻ പഠിപ്പിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എഴുതി എടുത്തായിരുന്നു എല്ലാരും? ജ്യോതിസ്, സൂര്യഗായത്രി, ബാക്കിയുള്ളവര് അനഘ, ക്രിസിൻ, അലൻ, അർജുൻ, അനുഷ്ക എഴുതിയെടുത്തു. ഓക്കെ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സും പിന്നെ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സും കൂടെ അടുത്തൊരു ക്ലാസ്സും പിന്നീട് 6 ഡെറിവേഷൻ, മൊത്തം 3 ക്ലാസ്സും കൊണ്ട് ഇനി ഇങ്ങോട്ടുള്ള 3 ക്ലാസ്സും കൊണ്ട് ഈ ചാപ്റ്റർ ചെയ്യും.